ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത് നല്ലൊരു ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് 5 മിനിറ്റിനുള്ളിൽ കറികളൊന്നും ഇല്ലാത്ത ദിവസം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ്. ഇതിൻ്റെ കൂടെ ഒരു ബുൾസൈയും കൂടി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇത് മാത്രം മതി കുട്ടികൾ വയറ് നിറച്ച് ചോറുണ്ണാൻ. ഇതിന് നമുക്ക് ചുവന്നുള്ളി മാത്രം മതി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇതിന് വേണ്ടി ഞാനൊരു 8 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി എത്ര കൂടുന്നോ അതിനനുസരിച്ച് നമ്മുടെ ഈ ചോറിൻ്റെ രുചി കൂടും. അപ്പോൾ ചുവന്നുള്ളി എത്ര പേർക്കാണ് ലഞ്ച് കൊടുക്കുന്നതിനനുസരിച്ച് അത് കൂട്ടുക. ഇപ്പം ഞാൻ 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇഷ്ടമുള്ളവർക്ക് എടുത്താൽ മതി, വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക്. അപ്പോൾ അതെല്ലാം കൂടി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഉള്ളിച്ചോറിൻ്റെ കൂടെ കൊടുത്തേക്കാനുള്ള ബുൾസൈ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആ ചട്ടിയിൽ തന്നെ നമുക്ക് ഉള്ളിച്ചോറ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ എടുക്കണം, എന്നാലാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും 2 നുള്ള് മുളകും പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് മുട്ട ഒഴിച്ച് കൊടുക്കാം. മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇടുന്ന ടൈമിൽ ഫ്ലെയിം ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് വിതറി കൊടുക്കാൻ ഞാനൊരു നുള്ള് ഉപ്പ് വിതറി കൊടുത്തിട്ടുണ്ട്. ബുൾസൈ ഉണ്ടാക്കാൻ അറിയില്ല, അതേപോലെ തന്നെയാണ്. ഇനി ഇതൊന്ന് വെന്ത് വന്ന് കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം. ചിലർ മറിച്ചിടില്ല ബുൾസൈ. ഇത് ഇവിടെ മക്കൾക്ക് മറിച്ചിടാത്തത് ഇഷ്ടമല്ല. മറിച്ചിട്ട് കഴിഞ്ഞാൽ ആ ഭാഗം കൂടി ഒന്ന് വേവിക്കണം. അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ ബുൾസൈ കുറച്ച് മുന്നേ വൈറലായിട്ടുള്ള ബുൾസൈ ആണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ലഞ്ച് കൊണ്ടുവരുന്ന അടിമുടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിച്ചോറ് അതേ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാം. വേണമെങ്കിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളി ഇട്ട് മൂപ്പിച്ചെടുക്കണം. ഞാൻ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മുളകും പൊടി. ഇനി നിങ്ങളുടെ മക്കൾക്ക് എരിവിനനുസരിച്ച് കൂട്ടുക കുറക്കുകയൊക്കെ ചെയ്യുക. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. 2 പേർക്കുള്ള ലഞ്ചാണ്. ഇനി ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം മൂപ്പിച്ചെടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ മുളകൊക്കെ കരിഞ്ഞു പോകും. അപ്പം നമ്മുടെ ചോറിന് രുചി ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ എത്ര ചോറ് ചേർക്കണം അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഇനി ഇതിലേക്ക് ചൂടുള്ള ചോറ് ചേർത്ത് കൊടുക്കണം. നമ്മൾ 2 പേർക്ക് കഴിക്കാനുള്ള ലെവലിലുള്ള ചോറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേരാണ് ലഞ്ച് കൊണ്ടുപോകണമെന്ന് വെച്ചെങ്കിൽ അതിനനുസരിച്ച് ചോറ് ചേർക്കാം. ലഞ്ചിന് കൊണ്ടുപോകാൻ മാത്രമല്ല, നമുക്കിത് വീട്ടിലിരുന്ന് കഴിക്കാനും നല്ലതാണ്. പെട്ടെന്ന് കറിയൊന്നും ഇല്ലാത്ത ടൈമിൽ നമുക്ക് ഈ ഒരു ചോറും ഒരു ബുൾസൈ പപ്പടം പൊരിച്ചത് എന്തെങ്കിലും ഉണ്ടായാൽ മതി. ഇനി ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ടൈമിൽ ഉപ്പ് നോക്കാം. ഉപ്പില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ചോറൊന്ന് മൊരിച്ചെടുക്കാം. നല്ല ചൂടിലിട്ടിട്ട് മൊരിച്ചെടുക്കുക. അപ്പോഴാണ് ഈ ചോറിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതാ നന്നായി ചൂടായിട്ടുണ്ട്. നമ്മുടെ ചോറ് ഒരു നല്ല സ്മെല്ല് വരുന്നുണ്ട് ഉള്ളിയുടെ ഒക്കെ. അപ്പോൾ ഈ ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ഈ ചോറ്. ഇനി ഇത് ലഞ്ച് ബോക്സിലേക്ക് ചോറാക്കാം നമുക്ക്. അപ്പോൾ ഈ ഒരു ചോറും മുട്ട പൊരിച്ചതും ഉണ്ടെങ്കിൽ മക്കൾ വയറ് നിറച്ച് ചോറിനും. ഇവിടുത്തെ മക്കൾക്ക് നല്ല ഇഷ്ടമാണ്. വേറെ കറികളൊന്നും ഇല്ലാത്ത ദിവസം പെട്ടെന്ന് ഞാൻ തയ്യാറാക്കി കൊടുക്കുന്ന റെസിപ്പിയാണിത്. 5 മിനിറ്റ് മതി ഈ ലഞ്ച് ബോക്സ് റെഡിയാക്കാൻ. ചൂടുള്ള ചോറ് ഉണ്ടെങ്കിൽ നമുക്കിത് 5 മിനിറ്റിനുള്ളിൽ റെഡിയാക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഈ ഒരു ബുൾസൈയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലഞ്ച് ബോക്സ് അടക്കാം. അപ്പോൾ വളരെ സിമ്പിളല്ലേ. ഇത് ഞാനൊരു 9 മണിക്ക് റെഡിയാക്കാൻ നിന്നിട്ട് ഒരു 9:05 ആകുമ്പോഴത്തേനും റെഡി ആയിട്ടാണ്. അത്ര ടൈം എടുക്കണുള്ളൂ. അപ്പോൾ ലഞ്ച് ബോക്സ് റെഡി. ഇനി വെള്ളമാക്കണം. വെള്ളമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. ഇനി ലഞ്ച് ബോക്സ് ഇവർക്ക് ടവലേറ്റ് കെട്ടൽ നിർബന്ധമാട്ടാ. കുട്ടികൾ നിലത്ത് കളഞ്ഞാലും ഈ ടവലിലേക്കല്ലേ വീഴുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ലഞ്ച് ബോക്സ് റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.